ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കെ വി തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ, വലിയ സെമിനാരിയിൽ എൻ്റെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന പ്രിയപ്പെട്ട ബിനോ അച്ഛൻ, പ്രിയപ്പെട്ട ദിബു അച്ഛൻ, ഏറെ സ്നേഹിതരും ആദരണീയരുമായവരെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഉടനീളം വിശുദ്ധ ദൈവമാതാവിന് ആരാധനാ പാരമ്പര്യത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നൽകുന്നുണ്ട്. നമ്മൾ ഏത് ആരാധനാ രീതികളെടുത്താലും അതിലൊക്കെ പ്രധാനമായൊരു സ്ഥാനം ദൈവമാതാവിന് നൽകുന്നുണ്ട്. ഒരു ദേവാലയത്തിൻ്റെ നിർമ്മിതിയിലാണെങ്കിലും അതിൻ്റെ പ്രതിഷ്ഠയിലാണെങ്കിലും ദൈവമാതാവിൻ്റെ സ്ഥാനം രണ്ടാമതല്ലാതെ ഒന്നാമത്തെ സ്ഥാനം തന്നെ. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു ആരാധന പാരമ്പര്യങ്ങളിലൊന്ന് ബൈസൻ്റൈൻ പാരമ്പര്യം ആണ്. ബൈസൻ്റൈൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളാണ്. പൗരസ്ത്യ കിഴക്കൻ ഓർത്തഡോക്സ് സഭകൾ, റഷ്യ, ബൾഗേറിയ അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള സഭകൾ, അവരുടെ ആരാധനാ പാരമ്പര്യത്തിൽ വിശുദ്ധ ദൈവമാതാവിന് ശ്രദ്ധേയമായ ഒരു സ്ഥാനമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധനാ വർഷമുണ്ട്. ആരാധനാ വർഷത്തിൽ രക്ഷണ്യ പ്രവർത്തനങ്ങളുടെ ആഘോഷവും അതിൻ്റെ കാലികമായ പുനരാവർത്തനവുമാണ് ഒരു ആരാധനാ വർഷത്തിൽ, ലിറ്റർജിക്കൽ ഇയറിൽ നടക്കുന്നത്. നമ്മുടെ സഭയുടെ ആരാധനാ വർഷം ഖോദോഷ് ഈത്തോയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ ആരാധനാ വർഷത്തിൽ നീങ്ങുന്ന പെരുന്നാൾ, അതായത് സെപ്റ്റംബർ 14 എന്ന് പറയുന്നത് സ്ലീവ പെരുന്നാളാണ്. അത് 13-ാം തീയതിയോ 15-ാം തീയതിയോ നടത്തത്തില്ല, 14-നാണ്. ജനുവരി 6 എന്ന് പറയുന്നത് ദനഹ പെരുന്നാളാണ്. അത് 5-ാം തീയതി നടത്താറില്ല, 7-ാം തീയതി നടത്താറില്ല. എന്ന് പറഞ്ഞതുപോലെ മാറ്റുവാൻ പാടില്ലാത്ത പെരുന്നാളുകളുണ്ട്, മാറ്റുന്ന പെരുന്നാൾ, മാറിക്കൊണ്ടിരിക്കുന്ന പെരുന്നാളുകളുണ്ട്. ഈസ്റ്ററിൻ്റെ ദിവസം ഫിക്സഡ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ബൈസൻ്റെയും പാരമ്പര്യത്തിൽ ആരാധനാ വർഷം ആരംഭിക്കുന്നത് ദൈവമാതാവിൻ്റെ പെരുന്നാളോടുകൂടാ. ആരാധനാ വർഷം അവസാനിക്കുന്നത് ദൈവമാതാവിൻ്റെ പെരുന്നാളോടുകൂടാ. ഇതിൻ്റെ മധ്യത്തിൽ വരുന്നത് ഉയിർപ്പ് പെരുന്നാളാണ്. അതായത് ആരാധനാ വർഷത്തെ ദീപ്തമാക്കുകയും ഇതിനൊക്കെ അർത്ഥം നൽകുകയും ചെയ്യുന്നത് ഉയിർപ്പ് പെരുന്നാളാണ്. ചുരുക്കം പറഞ്ഞാൽ ദൈവമാതാവിന് കൊടുത്തിരിക്കുന്നതായ ആ ഒരു പ്രതീകം അവരുപയോഗിക്കുന്നൊരു വാക്കുണ്ട്, കൊൺകീലിയ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് ചിപ്പി, ഒരു ചിപ്പിയുടെ അകത്ത് ഏറെ വിലപിടിപ്പുള്ള മുത്തിനെ ചിപ്പി പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പോലെ മനുഷ്യാവതാര രഹസ്യങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ച് ലോകത്തിന് കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ രഹസ്യങ്ങളെ, മനുഷ്യാവതാര രഹസ്യങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചവളായ മുത്തുച്ചിപ്പിയായ ദൈവമാതാവ്. സുറിയാനി പാരമ്പര്യത്തിൽ വരുമ്പോൾ ആരാധനാ വർഷം കാർഷിക വൃത്തിയുമായിട്ട് ബന്ധിതമാണ്. വിത്തുകളെക്കുറിച്ചും കതിരുകളെക്കുറിച്ചും മുന്തിരിയെക്കുറിച്ചും ഒക്കെയുള്ള പെരുന്നാൾ. ഇതിൽ കതിരും മുന്തിരിയും ഇല്ലാതെ കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാതാവിൻ്റെ സ്ഥാനം വളരെ ശ്രേഷ്ഠമാണ്. കാരണം ദൈവമാതാവിനെ പരാമർശിക്കാതെ രക്ഷണ്യ ചരിത്രം പൂർണ്ണമാകുകയില്ല. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ അത് എഴുതപ്പെട്ട ഭാഷയിൽ മറിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യമായി ആരാധന ആരംഭിക്കുന്നത്. മറിയം യുഹാനോൻ. നമ്മൾ മലയാളത്തിൽ ചൊല്ലുമ്പോൾ അത് 2-ാമത്തെ 3-ാമത്തെ പദമായിട്ട് മാറുന്നെങ്കിലും അതിൻ്റെ എഴുതപ്പെട്ട ഭാഷയിൽ മറിയം എന്നുച്ചരിച്ചുകൊണ്ടാണ് പരസ്യമായിട്ട് ആരംഭിക്കുന്നത്. അതായത് മനുഷ്യപുത്രൻ ഒരു മായയായിരുന്നുവെന്നും അവൻ കാണപ്പെട്ടുവെന്നും ഒക്കെ പറയുന്നതായ വേദോപരീതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രസവിച്ച എൻ്റെ പുത്രനാണ് കുരിശിന്മേൽ മരിച്ചതെന്നും അവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റതെന്നും ഒക്കെ സാക്ഷ്യപ്പെടുത്തുവാൻ കെൽപ്പുള്ള ഏക മനുഷ്യജന്മം ദൈവമാതാവായ മറിയമാണ്. മറിയമിൻ്റെ ആ സാക്ഷ്യത്തിനാണ് പ്രസക്തി. അതുകൊണ്ട്
ദൈവമാതാവ് ഇല്ലെങ്കിൽ ഈ വേദ അഭ്യസനങ്ങളൊക്കെ വെറും അഭ്യാസമായിട്ട് മാറും. രണ്ടാമതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഇന്നിവിടെ ധ്യാനത്തിന് നിൽക്കുമ്പോൾ ഞാനത്ര പുണ്യവാനോ പണ്ഡിതനോ ഒന്നും ആയതുകൊണ്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറിച്ച് ദൈവം നമ്മുടെ മുന്നിൽ ഓരോന്ന് ഒരുക്കി വെക്കും. അത് ചിലപ്പോൾ ഒരു ഇല അലങ്ങുന്നതായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ മിണ്ടാതെയായി പോകുന്ന സങ്കടങ്ങളുടെ നിമിഷങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന നിമിഷങ്ങളായിരിക്കാം. പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. ബിലയാം എന്ന് പറയുന്ന പ്രവാചകൻ ഒരു കഴുതയുടെ പുറത്ത് കയറിപ്പോകുമ്പോൾ ആ മനുഷ്യൻ 3 പ്രാവശ്യം കഴുത അസാധാരണമായിട്ട് ഇടപെട്ടിട്ട് അത് മതിലിനോട് ചേർത്ത് പ്രവാചകൻ്റെ കാല് ഞെരുക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കഴുത ഇങ്ങനെ ചെയ്യുന്നതെന്ന് പ്രവാചകന് മനസ്സിലാകുന്നില്ല. അവസാനം കഴുതയെ പ്രവാചകൻ തല്ലുന്നു. ഉടനെ കഴുത വായ് തുറന്ന് സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ തല്ലിയത്? ഉടനെ പ്രവാചകനൊരു കാഴ്ച കാണുന്നു. ഊരിപ്പിടിച്ച വാളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദൂതനെ, മരണത്തിൻ്റെ വായിൽ നിന്ന് ദൈവപുരുഷനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു കഴുത അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അത് വായ് തുറന്ന് സംസാരിക്കുന്നു. ദൈവം കഴുതകളുടെ വായിലും തൻ്റെ ജ്ഞാനം നിറയ്ക്കും. അത് ചില മനുഷ്യരെ തീയിൽ നിന്നും വലിച്ചെടുക്കുവാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിന് ഒക്കെയും ഒരു യു-ടേൺ ആവശ്യമാണ്. ജീവിതം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ നടന്നു തീർത്ത വഴികളിലൂടെ അല്ല ഇന്ന് നടക്കുന്നത്. ഇന്നലത്തെ ആരോഗ്യം ഇന്നില്ല, ഇന്നലത്തെ ഓർമ്മശക്തിയുമില്ല. കാലം അതിവേഗം മുന്നോട്ട് പോകുന്നു. തമ്പുരാൻ നിശ്ചയിക്കുന്ന ഈ ആയുസ്സിൻ്റെ അന്ത്യം വരെ ഭാരമില്ലാതെയും ആരെയും ഭാരപ്പെടുത്താതെയും ജീവിക്കണം. ജീവിതത്തിന് അർത്ഥം കൊടുക്കണം. ജീവിതത്തിന് നമ്മൾ അർത്ഥം കൊടുത്തില്ലെങ്കിൽ അതിൽ തന്നെ അർത്ഥമില്ലാതെയായിത്തീരും. അതാണ് ഞാൻ ഓർപ്പിച്ചത്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതിലുപരിയായിട്ട് എന്നെയാണ് സഹായിക്കുന്നത്. അത് എങ്ങനെയായി തീരണമെന്നും ഒരു മനുഷ്യൻ ആരായിരിക്കണമെന്നും ഞാൻ എന്നോട് തന്നെ പറയുന്നതായ ഭാഷണങ്ങളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളെ പഠിപ്പിക്കുവാനോ നിങ്ങളെ പ്രബോധിപ്പിക്കുവാനോ തക്ക കരുത്തുള്ളൊരു മനുഷ്യനായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുമില്ല. നിങ്ങൾ ആരാധനയുടെ അവസാനത്തെ വാചകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പട്ടക്കാരൻ ഇറങ്ങി നിന്നിട്ട് പറയുന്നു, ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ. പൗലോസ് അപ്പോസ്തലൻ്റെ ആധ്യാത്മികതയാണ്. പൗലോസ് അപ്പോസ്തലൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നു, ഞാനോ അരിഷ്ടനായ മനുഷ്യൻ, പാപത്തിന് അധീനമായ ഇതിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? ഞാനോ ബലഹീനനും പാപിയുമായ ദാസനെന്ന് ഒരു പട്ടക്കാരൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അവൻ കാൽവറിയുടെ മുകളിൽ എനിക്ക് വേണ്ടി തൻ്റെ കൈകളെ വിരിച്ച് ശരീരരക്തങ്ങൾ വിഭാഗിച്ച് നൽകി. ഞാൻ അവൻ്റെ കൽപ്പനകളോട് ഒട്ടും വിശ്വസ്തനാകാഞ്ഞിട്ടും അവൻ എന്നെ അനന്തമായി അന്ധമായി സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഞാൻ ഒട്ടും വില കൊടുത്തിട്ടുമില്ല. ആ നിയോഗങ്ങളോട് ഞാൻ ഒട്ടും പ്രതികരിച്ചിട്ടുമില്ല. എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും കണ്ടിട്ട് എൻ്റെ ദുർഭാവസ്ഥയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ. ഓരോ ആരാധനയുടെ അവസാനത്തിലും കൂദാശകളുടെ കൂദാശയായ, ആരാധനകളുടെ ആരാധനയായ, രഹസ്യങ്ങളുടെ രഹസ്യമായ, പൂർണ്ണതകളുടെ പൂർണ്ണതയായ വിശുദ്ധ കുർബാനയുടെ അവസാന വാചകത്തിലാണ് ഓരോ വിശ്വാസിയും ഏറ്റുപറയേണ്ട വാചകമാണ്. നാം എന്തിനു വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തലം കൂടി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉപവാസവും നോമ്പും തമ്മിൽ വേർതിരിവില്ല. നോമ്പെന്ന് പറയുന്ന പദത്തിന് ഉപവസിക്കുക എന്നാണ് അർത്ഥം. സ്ലാവോണിക് ഭാഷയിൽ ഉപവസിക്കുന്നവനാരോ അവനാണ് സന്യാസി. ഉപവാസത്തെക്കുറിച്ച് ഇങ്ങനെയൊരു നിർവചനമുണ്ട്, ഒരു പ്രാർത്ഥനയാണ്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടുകൂടെ കലരപ്പെടുന്നു. നോമ്പ് നോക്കുന്നവൻ ഈറയന്മാർക്ക് സദൃശ്യനായിത്തീരുന്നു. സദൃശ്യനായി തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപാന്തരം സംഭവിക്കുന്നുവെന്ന് അതിൻ്റെ അർത്ഥം. ആരാണ് മാലാഖമാർ? മാലാഖമാരുടെ പ്രത്യേകത എന്താ? മാലാഖമാരുടെ പ്രത്യേകത ദൈവസ്തുതിയും മനുഷ്യരെ സഹായിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. ദൈവസ്തുതിയും മനുഷ്യരെ സഹായിക്കുന്നതുമാണ് മാലാഖമാരുടെ ദൗത്യം. ഈ രണ്ട് ഘടകങ്ങളും ഒരു മനുഷ്യനിൽ ഒത്തുചേരുമ്പോഴാണ് അവൻ മാലാഖമാരുടെ സഖിയായി തീരുന്നത്. എല്ലാ കാര്യത്തിനും ഒരു ഫലമുണ്ടാകണം. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികൾ അതിൽ തന്നെ അർത്ഥശൂന്യമാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ മനുഷ്യനില്ലെങ്കിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് മറ്റാരോടുമാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് കൃത്യമായ വ്യക്തിയുടെ മുന്നിൽ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ നടത്തപ്പെടുന്നതാണ് ആത്മീക സാധനങ്ങളെല്ലാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതാത്മാവിലുള്ളവരാ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏതാത്മാവിനാണ്? നിങ്ങൾ ഏത് ക്രിസ്തുവിനോടാണ്, ഏത് ക്രിസ്തുവിനെയാണ് നിങ്ങൾ അറിയുന്നത്? ഏത് ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഉപവസിക്കുന്നുവെങ്കിൽ, ഞാൻ ഉപവസിക്കുന്നുവെങ്കിൽ മാലാഖമാർക്ക് സദൃശ്യനായി തീരണം. മനുഷ്യജീവിതം കുറവും ബലഹീനതകളുമുള്ളതാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ ദുർബലതകളുണ്ട്. ആ ദുർബലതകളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ആ ജീവിതം അനുഗ്രഹമുള്ളതായി തീരുന്നത്. ഒരു ജീവിതം അനുഗ്രഹമുള്ളതായി തീർന്നുവെന്ന് വെളിപ്പെടുന്നത് ആ ജീവിതത്തിലൂടെ അനേകർ വെളിച്ചം കാണുമ്പോഴാണ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഭാരമില്ലാതെയും മറ്റാരെയും ഭാരപ്പെടുത്താതെയും ജീവിക്കണം. അതിന് ആന്തരികമായ ശക്തി ആവശ്യമാണ്. മാലാഖമാരുടെ നിരയിലേക്ക് ഉപവസിക്കുന്ന മനുഷ്യൻ കടന്നു ചെല്ലുന്നത് ദൈവിക സ്തുതിയിലും മനുഷ്യൻ്റെ ശുശ്രൂഷയിലും അവർ ആയിരിക്കുമ്പോഴാണ്. ഈ രണ്ട് ഘടകങ്ങളും ഒരു നുകത്തിൻ്റെ കീഴിൽ സമ്മേളിക്കണം. നുകമെന്ന് പറയുന്ന പദം തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ. വിവാഹ കൂദാശയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? സുറിയാനി ഭാഷയിൽ വിവാഹമെന്നല്ല ആ പദം. ആ പദം നുകം എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. നുകം എന്നാണ് വിവാഹ കൂദാശയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം. എന്തിനു വേണ്ടിയാ? രണ്ടു മനുഷ്യർ ദൈവസന്നിധിയിലെ പരിശോധനയ്ക്ക് ശേഷം സഭയുടെ മുമ്പാകെ നിന്നുകൊണ്ട്, വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട്, അപ്പസ്തോലിക അധികാരമുള്ളവരുടെ മുമ്പാകെ നിന്നുകൊണ്ട് കൂദാശകൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതം ആരംഭിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ശക്തരല്ല. രണ്ട് ഇലകൾ പോലും ഒരുപോലെയല്ല. പിന്നെയല്ലേ രണ്ട് മനുഷ്യർ? ഒരു ഭാര്യയും ഭർത്താവും ജീവിതം ആരംഭിക്കുമ്പോൾ ഒരാൾക്ക് ബലഹീനത വരുമ്പോൾ മറ്റേയാൾ കാത്തു നിൽക്കണം. ഒരാൾ വീഴുമ്പോൾ മറ്റേയാൾ ചേർത്ത് പിടിക്കണം. കരുതലും കാത്തിരിപ്പുമൊക്കെ സ്നേഹത്തിലില്ലാതെ വരുമ്പോൾ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വാചാലമായിട്ട് സംസാരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ആത്മാവിൽ സ്നേഹത്തിൻ്റെ നുകമെടുത്തു വെക്കുമ്പോൾ, അതായത് യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സംയോജിപ്പിക്കുക എന്നുള്ള പറയുന്ന പദം വിവാഹ കൂദാശയിൽ ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. ഉയരത്തെയും ആഴത്തെയും തമ്മിൽ സംയോജിപ്പിച്ചതായ, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പദം ഷായേൻ എന്ന് പറയുന്ന പദമാണ്. അവിടെ ശാന്തി ഉണ്ടാക്കിയെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ എവങ്കേലിയോനിൽ ദൈവം സംയോജിപ്പിച്ചതെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദം സവേഗ് എന്ന് പറയുന്ന പദമാണ്. അത് മറ്റൊരാൾ ചെയ്യുന്ന ക്രിയയാണ്, മറ്റൊരാൾ എന്നിൽ നിർവഹിക്കപ്പെടുന്ന ക്രിയയാണ്. ദൈവം ഈ സ്നേഹത്തിൻ്റെ നുകം ഭാര്യാഭർത്താക്കന്മാരുടെ കഴുത്തിൽ എടുത്തു വെക്കുമ്പോൾ ആ നുകത്തിൻ്റെ കീഴിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അങ്ങനെ ക്രിസ്തു സഭയുടെ തലയായി തീർന്നത് പോലെ ഭാര്യയുടെ തലയായി ഭർത്താവ് മാറുന്നു.
ഇതിനെയാണ് വലിയ രഹസ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് തലവൻ എന്ന് പറയുന്ന പദത്തെ ക്രിസ്തു കീഴ്മേൽ മറിച്ചത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യരോട് സംസാരിക്കുന്നത്. അന്ന് വരെ തലവൻ എന്ന് പറയുന്ന പദം ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടതായിരുന്നു. പോകാൻ പറയുന്നിടത്ത് പോകുകയും മറുവാക്കൊന്നും ഉച്ചരിക്കാതെ ദാസ്യവൃത്തി ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തലവൻ, കെഫാലെ എന്ന് പറയുന്ന പദം അവിടെ ഉരുത്തിരിയുന്നത്. ക്രിസ്തു എങ്ങനെയാണ് സഭയുടെ തലയായി തീർന്നത്? തന്നെ തന്നെ കൊടുത്തു. കാൽവറിയുടെ മുകളിൽ തന്നെ തന്നെ യാഗമായിട്ട് കൊടുത്ത് സഭയെ വീണ്ടെടുക്കുക. പുരുഷൻ തന്നെ തന്നെ കൊടുക്കുമ്പോഴാണ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ തന്നെ കൊടുക്കുമ്പോഴാണ് അവൻ സ്ത്രീയുടെ ശിരസ്സായി മാറുന്നത്. നിയമപരമായ അർത്ഥത്തിലല്ല പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ രഹസ്യമാകുന്നുവെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ, രഹസ്യമെന്ന് പറയുന്ന പദം, മിസ്റ്റീരിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ കുറിക്കാനാണ്. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് പന്തിയിലിരിക്കുമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നുമല്ല വിളിക്കുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് പന്തിയിലിരിക്കുമ്പോൾ അത് ദൈവസ്നേഹത്തിലാണ് അവരവിടെ പ്രവേശിതരായിത്തീരുന്നത്. അതുകൊണ്ട് നുകത്തിൻ്റെ കീഴിലായിരിക്കുക എന്ന് പറയുമ്പോൾ ആനന്ദകരമായ നുകത്തെ ഏറ്റെടുക്കുവാനുള്ള ബാധ്യതയാണ് ഉപവാസം നമ്മെ ക്ഷണിക്കുന്നത്. ദൈവസ്തുതിയും മനുഷ്യ ശുശ്രൂഷയും ഏറ്റെടുക്കുവാനുള്ള നിയോഗമാണ്, വിളിയാണ് ഓരോ ഉപവാസവും. അത് കാര്യസാധ്യത്തിനുള്ള മാർഗമല്ല. സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള അനന്തമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ പങ്കുകാരായിത്തീരുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെയാണ് മാലാഖമാർ ദൈവസ്നേഹത്തിൻ്റെയും ദൈവമഹത്വത്തിൻ്റെയും വക്താക്കളായി മാറുന്നത്. സൃഷ്ടാവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ആഹ്ലാദ പ്രകടനമായി ആരാധന മാറുന്നതും ആ ഒരു തലത്തിലാണ്. ഇവിടെയെല്ലാം പ്രധാന താക്കോൽ പദമായിട്ട് നിലനിൽക്കുന്നത് സ്നേഹമാണ്. സെറൂഗിലെ മോർ യാക്കോബ് 5-ാം നൂറ്റാണ്ടിൽ സ്നേഹത്തെക്കുറിച്ച് പാടുമ്പോൾ സെറൂഗിലെ യാക്കോബിനെ സംബന്ധിച്ച്, യാക്കോബ് മൽപ്പാൻ, അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു എന്ന് പറയുന്ന പാട്ടുപാടിയ മൽപ്പാനെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ടാണ് അഗ്നിമയന്മാർ. ഹെസ്കിയേൽ കണ്ട രഥത്തെക്കുറിച്ച് അദ്ദേഹം 5 മെത്രാന്മാരുടെ മുമ്പാകെ പാടിയ പാട്ടാണ് അഗ്നിമയന്മാരാരെ നോക്കി. ആ മൽപ്പാൻ പറയുക, നിങ്ങൾ ഉപവസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സ്നേഹം കൂടാതെ ഉപവസിക്കുന്നവൻ തൻ്റെ വായ് ഈർച്ചവാൾ പോലെയാക്കുന്നു. പ്രാർത്ഥന നല്ലത് തന്നെ, എന്നാൽ സ്നേഹം കൂടാത്ത പ്രാർത്ഥനയുടെ ചിറകുകൾക്ക് വേഗതയില്ല. അത് അത്യുന്നതനെ കാണുവാൻ ശക്തി പ്രാപിക്കുന്നതുമില്ല. സന്യാസവും നല്ലത് തന്നെ, എന്നാൽ സ്നേഹമില്ലാത്ത താപസ ജീവിതവും വ്യഭിചാരവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന സെറൂഗിലെ മോർ യാക്കോബ് പറയുന്നു, ചുരുക്കം പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ പൂർണ്ണനാകുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നത് സ്നേഹത്തിലാണ്. ഉപ്പ് മറഞ്ഞിരുന്ന് എല്ലാ ഭക്ഷണങ്ങളെയും സ്വാദുള്ളതാക്കി തീർക്കുന്നത് പോലെ എല്ലാ ജീവിതങ്ങളിലും ആവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഘടകമാണ് സ്നേഹം. മോർ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം വായിക്കുന്നതും വേദം വ്യാഖ്യാനിക്കുന്നതും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ എക്സജറ്റിക്കൽ ടൂൾ. വീണ്ടും തിരുവചനം കേൾക്കുവാനിരിക്കുന്നവനും ആ സ്നേഹമില്ല എങ്കിൽ ചെവി പൊത്തിക്കൊള്ളട്ടെ എന്ന് മോർ യാക്കോബ് മൽപ്പാൻ പറയുന്നത് അതുകൊണ്ടാണ്. സ്നേഹം കൂടാതെ ഒന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. സ്നേഹം കൂടാതെ ജീവിതത്തിന് അർത്ഥവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബന്ധങ്ങളുടെ കണ്ണിയറ്റു പോകാതെ മനുഷ്യനും മനുഷ്യനും തമ്മിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ കണ്ണിയറ്റു പോകാതെ നിലനിർത്തുകയാണ് മാലാഖമാർക്ക് സദൃശനായി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ ആരാധനയിലേക്ക് ഉൾപ്രവേശിക്കുകയും അതിലേക്ക് സർവ്വ സൃഷ്ടിയെയും
ആനയിക്കുകയും ചെയ്യുന്ന നിയോഗം. ഈ സ്നേഹത്തിൻ്റെ നിയമമാണ് സന്യാസത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും നിയമം എന്ന് പറയുന്നത്. സന്യാസ ജീവിതം അത് സ്നേഹത്തിൻ്റെ വലിയ രഹസ്യമാണ്. എന്നാൽ സന്യാസ ജീവിതവും കുടുംബജീവിതവും തമ്മിൽ യാതൊരു വേർതിരിവും സഭ കാണിക്കുന്നില്ല. രണ്ടും അതിൽ തന്നെ പൂർണ്ണവും അതിൽ തന്നെ വിശുദ്ധവുമാണ് എന്നാണ് സഭയുടെ കാഴ്ചപ്പാട്. എന്നാൽ സന്യാസ ജീവിതത്തിലായിരിക്കുന്നവർ ഈ ഹീദായക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവർ എല്ലാവരെയും കുറിച്ചല്ല. ഈ ഹീദായക്കാരെന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഈ ഹീദോയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വിളിപ്പേരാ. ഏകജാതൻ എന്ന് തർജ്ജിമ. യേശു ക്രിസ്തുവിൻ്റെ വിളിപ്പേരാണ് ഈ ഹീദായ. അതായത് ഗത്ശമനയുടെ തോട്ടത്തിൽ ചക്കാട്ടുക എന്നാണ് അതിനൊരു പദം. ഗത്ശമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവിൻ്റെ കായിട്ട് അത് ആട്ടി എണ്ണയെടുക്കുന്ന ചക്ക്. അവിടെ കൈമുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യപുത്രൻ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവൻ, തൻ്റെ സഹനങ്ങളുടെ നേർക്കാഴ്ച കാണുമ്പോൾ തൻ്റെ രക്തം വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ഇറ്റിറ്റ് വീഴുമ്പോൾ, പ്രാണവേദനയിൽ താൻ പിടയുമ്പോഴും മനുഷ്യപുത്രൻ പറയുന്ന പ്രതിവാക്യമുണ്ട്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമത്രേ. പരിഭവങ്ങളൊന്നുമില്ലാതെ, ഒന്നിലും വലിയ ഡിമാൻഡൊന്നുമില്ലാതെ, ഒന്നിലും എനിക്ക് മുൻഗണനകളൊന്നുമില്ലാതെ, ജീവിതത്തിൽ ഹൃദയം വിഭജിക്കപ്പെടാതെ, ആസക്തികളും ആഡംബരങ്ങളുമില്ലാതെ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നും അവൻ ഇന്നുവരെ എനിക്ക് വരുത്തിയിട്ടില്ലെന്നും അടുത്ത നിമിഷവും അവൻ്റെ കൈകളിലാണെന്നും പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്ന ആശയില്ലാത്ത മനുഷ്യർക്ക് പറയുന്ന പേരാണ് ഈ ഹിദായക്കാർ. ആശകൾ മൂലമാണ് മനുഷ്യൻ വീണുപോകുന്നതെങ്കിൽ ക്രിസ്തുവിലുള്ള പ്രത്യാശ മൂലമാണ് അവൻ യഥാസ്ഥാനപ്പെടുന്നത്. ആ ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് മോറപ്രേം ഈ സന്യാസികളെ വിളിച്ചിരിക്കുന്നത്, ഈ ഹിദായക്കാരെ വിളിച്ചിരിക്കുന്നത്. ആസക്തികളും മോഹങ്ങളും ഇല്ലാതെ എന്നാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കാൾ കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്നെയാണ് സഹായിക്കുന്നത്. ഒരു മനുഷ്യൻ എന്തായിത്തീരണമെന്ന് ഞാനും ഇതിലൂടെ പഠിക്കുന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടാകണം. മാലാഖ സമരായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർവുള്ളവർ എന്നാണ് അർത്ഥം. ഈറോ എന്ന് പറയുന്ന വാക്ക്, ഈറേ ദൂതൻ എന്ന് ചൊല്ലത്തില്ലേ? ഈറോ എന്ന് പറയുന്ന പദം സുറിയാനി ഭാഷയിൽ തർജ്ജിമ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അത് തർജ്ജിമ ചെയ്യാം. ഒന്നുകിൽ മാലാഖ എന്നും തർജ്ജിമ ചെയ്യാം, ഉണർവുള്ളവനെന്നും തർജ്ജിമ ചെയ്യാം. സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണർവുള്ളവരായിരിക്കുക എന്നാണ്, താപസരായിരിക്കുക എന്നാണ്. ഞാൻ സന്ദർശിച്ചിട്ടുള്ള ചില സന്യാസി മഠങ്ങളുണ്ട്. ആ മഠങ്ങളിൽ ഊഴമിട്ട് പ്രാർത്ഥിക്കുന്ന സന്യാസിമാർ, അതായത് ഓരോരുത്തർക്കും ടേണാണ്. അവർ രാവെന്നും പകലെന്നുമില്ലാതെ അവരുടെ ഊഴമനുസരിച്ച് കെടാത്ത ഒരു വിളക്കിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സർവ്വ സൃഷ്ടിക്കും വേണ്ടി ഇങ്ങനെ ഊഴമിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, ചിലപ്പോൾ അവരെ വിളിച്ച് ചോദിക്കാൻ പോലും ഒരു മനുഷ്യർ കാണില്ല, ഭക്ഷണം ഒരുക്കി കാത്തിരിക്കാൻ ആരും കാണില്ല, കിട്ടിയ ഭക്ഷണത്തിന് രുചി കുറഞ്ഞു പോയെന്ന് പരിഭവപ്പെടാനും ആരും കാണില്ല. അങ്ങനെ തങ്ങളുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ പുറകെ ഭ്രാന്തമായിട്ട് ഇറങ്ങി നടന്ന ശരിക്കും ഭ്രാന്തന്മാരെയാണ് ഈ ഹിദായക്കാരെന്ന് വിളിക്കുന്നത്. റഷ്യയിലൊക്കെയുള്ള സന്യാസിമാരുണ്ട്, പ്രത്യേകിച്ച് ഗ്രീസ് പ്രദേശത്തൊക്കെ ഇന്നും അവരെ കാണാൻ പറ്റും. അതിലൊരു സന്യാസിയോട് പറയുന്നുണ്ട്, അയാൾ ഏറ്റവും ഭക്തനാണ്, വിശുദ്ധനാണ് എന്ന് നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ ഓടിച്ചെന്ന് ഒരു വേശ്യാഗൃഹത്തിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ നാട്ടുകാരെല്ലാവരും പുച്ഛിക്കുവാനും ദൂഷിക്കുവാനും തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ എൻ്റെ ആത്മീക ജീവൻ തുടർന്നു പോകുന്നു. മനുഷ്യരുടെ പ്രശംസയ്ക്ക് നിന്നു കൊടുക്കരുത്. നിങ്ങളിലുള്ള വിശുദ്ധി ആരും കാണാതെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യൻ പോലും കാണരുത്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലങ്ങൾ മറ്റുള്ളവർ കാണുകയും ചെയ്യണം. നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴും ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ
മറ്റുള്ളവർ ചോദിക്കത്തക്കവണ്ണം ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. സൗമ്യതയില്ലാതെ, സ്നേഹമില്ലാതെ എന്ത് പ്രാർത്ഥനാ ജീവിതം? സൗമ്യതയില്ലാതെ, സ്നേഹമില്ലാതെ എന്ത് ആരാധനാ ജീവിതം? ഉണർവെന്ന് പറയുന്നത് ഈ സ്നേഹത്തിലേക്കുള്ള ഉൾപ്രവേശനമാണ്. ചുരുക്കം പറഞ്ഞാൽ അതിന് വകതിരിവെന്നാണ് അർത്ഥം. വകതിരിവെന്ന് മലയാളത്തിൽ അർത്ഥം കൊടുക്കാൻ പറ്റും. ഈ ഈറോ എന്ന് പറയുന്ന പദത്തിന് പലപ്പോഴും അതിന് പല പദങ്ങളുണ്ട്. അതിന് മലയാളത്തിൽ പലപ്പോഴും ഞാൻ അത് തർജ്ജിമ ചെയ്ത് വെച്ചേക്കുന്ന വകതിരിവെന്ന് തന്നെ. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരെ അവരുടെ പുറകെ ചെന്നിട്ട് പറയുന്നു, വരുവീൻ, നിങ്ങൾ എന്നോടുകൂടെ താമസിച്ച് അല്പം ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് പോകണം. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് അവർ അബ്രഹാമിന് ദൈവദൂതന്മാരാണെന്നറിയാതെ അവരെ സൽക്കരിച്ച ദൈവപുരുഷനായിരുന്നു, ദൈവസ്നേഹിതനായിരുന്നു അബ്രഹാം. ഇതിനെയാണ് വകതിരിവെന്ന് പറയുന്നത്. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടേക്കാണെന്ന് പോകുന്നതും എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആത്മനഷ്ടമുണ്ടാക്കുന്ന ഇടങ്ങളിൽ നിന്ന് സ്വയം പിന്മാറുവാൻ സാധിക്കണം. നാശമുണ്ടാക്കുന്ന ഇടങ്ങളിൽ നിന്ന് പിന്മാറുവാൻ സാധിക്കണം. പക്ഷെ നാം പലപ്പോഴും ആ തിരിച്ചറിവില്ലാതെ അതിലൂടെ നടക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചില മനുഷ്യരെ കൊണ്ടുവന്ന് നിർത്തും. ദൈവം തമ്പുരാൻ ചില സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കും. അത് വിയോഗമാകാം, രോഗമാകാം, നമ്മൾ നീറിപ്പുകയുന്ന അസ്വസ്ഥതകളാകാം, നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമല്ലാത്ത അസ്വസ്ഥതകളാകാം. ആ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ മിണ്ടാതെ ഇരുന്ന് ദൈവമാരാണെന്ന് പഠിക്കുന്നവനാണ് ജ്ഞാനി. അവനാണ് ജീവിതത്തിൽ ടേൺ എടുത്ത് തിരിച്ചു പോകുന്നത്. റോഡിലൊക്കെ ഉടനീളം ഇങ്ങനെ ടേൺ ഇല്ലേ, അങ്ങോട്ട് പോകുന്ന വഴി തെറ്റിപ്പോയെന്ന് തിരിച്ചറിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു പോരുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തിരിഞ്ഞു പോകാതിരുന്നാൽ എങ്ങനെ ലക്ഷ്യത്തിലെത്തിച്ചേരും? വഴിയെ പോയവരെ ഓടിച്ചെന്ന് വിളിച്ച് സൽക്കരിച്ച അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനിലുണ്ടായിരുന്ന ഉണർവെന്ന് പറയുന്നത് ഒരു ഉന്മാദ അവസ്ഥയല്ല, അത് ആത്മാവിൻ്റെ ജാഗ്രതായ അവസ്ഥയാണ്. ആടിയുലയുന്ന വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യപുത്രനെ നിങ്ങൾ സുവിശേഷങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ലേ? വഞ്ചി ആടി ഉലയുകയാണ്. കടലിൽ എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാം. അങ്ങനെ ഒരു വഞ്ചിയുടെ അമരമെന്ന് പറയുന്നത് ഏറ്റവും ഇടുങ്ങിയ സ്ഥലമല്ലേ? വഞ്ചിയുടെ നടുക്കൊന്നുമല്ല കിടക്കുന്നത്, അമരത്ത് കിടന്ന് അവൻ ഉറങ്ങുന്നു. ആർക്കാണ് അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? ആത്മാവിൽ ജാഗ്രതയുള്ള മനുഷ്യർക്ക്. ആത്മാവിൻ്റെ ജാഗ്രതായ അവസ്ഥയിൽ അഭിനന്ദനായ വലിയ തിരുമേനി, തിരുമേനി പറയുന്നുണ്ട്, ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷിയെ പോലെ എന്നൊക്കെ തിരുമേനി പറയാറുണ്ടായിരുന്നു. അതായത് ഒരു കൊമ്പ് കിടന്ന് ആടുകയാണ് കാറ്റത്ത്, പക്ഷേ കിളി അവിടെ ഇരുന്ന് പാട്ട് പാടുകയാണ്. ഒരു നദിയുണ്ട് എന്ന് പറയുന്നത്, അതായത് തിരുമേൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ വളരെ സങ്കടകരമായ മരണവും രോഗവും ഒക്കെ നേരിട്ട ചില മനുഷ്യരുടെ വീടുകളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ തിരുമേനി പറയും, ചുമ്മാച്ചാ സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിലൊരു ഒരു വരിയുണ്ട്, ഒരു നദിയുണ്ട് എന്ന് പറയുമ്പോഴത്തേനും തിരുമേനി ചാടി വീണിട്ട് പറയും, ആ നദി ക്രിസ്തുവാണ്. ഇനി കാരണം എന്താണെന്നറിയാമോ? പിന്നീട് ഒരിക്കൽ എന്നോട് പറഞ്ഞു തന്നു എന്തിനാ ഇത് വായിപ്പിക്കുന്നതെന്ന്. തിരുമേനിയുടെ സഹോദരൻ രോഗബാധിതനായിട്ട് ഇങ്ങനെ സർജറിക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ, അന്നത്തെ കാലമല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോയെന്നതിൻ്റെ അർത്ഥം. യാതൊരു സങ്കീർണമായ ശസ്ത്രക്രിയകളൊക്കെ നടത്തുവാൻ തക്കവണ്ണമുള്ള സാധ്യതകളൊക്കെ കുറവാണ്. തിരുമേനി ഭാരപ്പെട്ടു, ദൈവമേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആര് വളർത്തും? ഈ കുടുംബം എങ്ങനെ പോകും? ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ വളരും? അത്യന്തികം ഭാരപ്പെട്ട് വിഷണ്ണനായി ഭാരം നിറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പിന്നീട് കുമ്പസാരിക്കുമ്പോൾ, അന്നത് ഒരു അച്ഛനാണ് ഈ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞത്. പിന്നീട് 93-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ബോധം മറയുന്ന ദിവസം തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ജോർജ് കുട്ടിക്ക് ഒന്നുമില്ലായിരുന്നു, ഇന്നെല്ലാം ഉള്ളവനായി തിരിച്ചു പോകുന്നു, എല്ലാം അത് കർത്താവാകുന്നു. ഇതൊക്കെയാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളേറ്റവും ഭാരപ്പെട്ട സംഗതികളെ അനുഗ്രഹമാക്കി തീർത്ത ദൈവ നടത്തിപ്പ്. തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഭാരപ്പെട്ടതുപോലെയല്ല, ആ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ പലതിനെയും കുറിച്ച് ചിന്തിക്കും, ദൈവമേ, ഈ മരണം മൂലം എങ്ങനെ നടക്കും ഇത്? ദൈവം കരുതിക്കൊള്ളും.
ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലുടനീളം നേടിക്കൂട്ടിയ സകലതും, എൻ്റെ ജീവിതത്തിലെ പരാജയം, അതായത് അദ്ദേഹം പഠിച്ച സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ പറഞ്ഞു, ജമ്മാച്ച ഞാൻ പഠിച്ച സ്കൂളാണ്, ഇവിടെ വെച്ചാണ് ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയത്. ആ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയില്ലായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം സ്കൂളിലെ അധ്യാപകനായി കയറിയേനെ. ആ ജീവിതം അവിടെ വെച്ചങ്ങ് തീർന്നേനെ. ആ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയത് കൊണ്ട് പിന്നീട് പഠിച്ച് വലിയ സെമിനാരി വരുന്നു. പിന്നീട് അനേക മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം ദൈവം എടുത്ത മനുഷ്യനായിട്ട് തീർന്നു. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നേടുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കുക എന്ന. സങ്കീർത്തനക്കാരൻ പറയുന്നത് കേട്ടിട്ടില്ലേ? യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പറയുകയാണ്, നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും എൻ്റെ അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇതാണ് ആത്മീകത എന്ന് പറയുന്നത്. കൂരിരുട്ടിലും കയ്യിലൊരു പന്തം കരുതുക എന്നുള്ളതാണ്. വഴിയിലുടനീളം തെരുവ് വിളക്കുകൾ വേണമെന്ന് ശാഠ്യം പിടിക്കണ്ട. കയ്യിൽ ദൈവവചനത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഒരു പന്തം കൊളുത്തിയെടുത്താലും മതിയാവും. ക്രിസ്തുവിനെക്കുറിച്ച് മാർ അഫ്രേം പറയുന്നത് യഥാർത്ഥ ഉണർവുകാരനായ ക്രിസ്തുവെന്നാണ്. ഉറങ്ങിക്കിടന്ന, പാപത്തിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുണർത്തുവാൻ വന്ന യഥാർത്ഥ ഉണർവുള്ളവനായ ക്രിസ്തു മാലാഖമാരുടെ ജീവിതം അനുകരിക്കുന്നത് ഈ ഉണർവിലൂടെയാണ്. അതായത് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ തിരമാലകളായിട്ട് നിങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്ക് ആഞ്ഞ് അലയ്ക്കുമ്പോഴും അതിൻ്റെ അമരത്ത് ശാന്തമായിട്ട് കിടന്നുറങ്ങുവാനുള്ള സ്ഥിരതയും നിർമ്മലതയുമാണ് ഉണർവ് അഥവാ ജാഗ്രത എന്ന് പറയുന്നത്. അവരാണ് മാലാഖമാരുടെ സഖികൾ. അവരാണ് ദൈവസ്നേഹത്തെ തൊട്ടറിഞ്ഞവർ. അവരാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവർ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൽദോ പെരുന്നാളിനെക്കുറിച്ചുള്ള മോർ അപ്രേമിൻ്റെ മെമ്രയിൽ അപ്രേം പാടുന്നു, പാപത്തിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ ഉണർത്തുവാൻ വന്ന യഥാർത്ഥ ഉണർവുള്ളവനായ ക്രിസ്തു, യഥാർത്ഥ ഉണർവുള്ളവനായ ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ് മാലാഖമാരുടെ ജീവിതം എന്ന് പറയുന്നത്. പാപത്തിൽ മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക. പാപത്തിൽ മരിച്ച മനുഷ്യന് ഈ ആരാധനാ ജീവിതം തുടരുവാൻ അർഹതയില്ല, അതിന് സാധിക്കത്തില്ല, കഴിയില്ല. കഴിയാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യുന്നേ? ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാഴികകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലഹുൻ ഹയായിൻ ലഉൽമീൻ. ജീവനോടിരിക്കുന്ന നാഴികകളൊക്കെയിലും. ആരാണ് ജീവനോടിരിക്കുന്നവർ? മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പൂരിപ്പിക്കുന്നുണ്ട്. നാമോ ഇന്നു മുതൽ എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. മരിച്ചവർക്കും മൗനതയിലിരിക്കുന്നവർക്കും ദൈവസ്തുതി അർപ്പിക്കുവാൻ സാധ്യമല്ല. ആരാണ് മരിച്ചവരെന്ന് വേദപുസ്തകത്തിലെ ഒരു വചനം പഠിക്കണമെങ്കിൽ വേദപുസ്തകത്തിലൂടെ അതിനെ വ്യാഖ്യാനിക്കണം. ആദമിനോട് പറയുന്നു, കനി തിന്നുന്ന നാളിൽ നീ മരിക്കും, നിന്റെ മുന്നിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഇതിലേത് നീ തിരഞ്ഞെടുക്കുന്നു? ആദം തിരഞ്ഞെടുത്തത് മരണമാണ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല. അടിമയെന്ന് പറയുന്ന പദം പോലും ക്രൈസ്തവ വേദശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും മക്കൾ എന്ന് പറയുന്ന പദമാണ്. ഏകജാതന് സഹോദരങ്ങളും പിതാവാം ദൈവത്തിന് മക്കളുമായിട്ടാണ് ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നിങ്ങളാരും ദൈവത്തിൻ്റെ അടിമകളോ റോബോട്ടുകളോ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിരത്തിവെക്കുന്ന പലതിൽ നിന്നും ദൈവത്തിന് യുക്തമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ ദൈവികരായി മാറുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങളുടെ കുലീനത്വം വെളിപ്പെട്ടു വരുന്നത്. ആദമിൻ്റെ മുന്നിൽ ജീവനും മരണവും നിരത്തിവെച്ചപ്പോൾ സ്വാതന്ത്ര്യത്തെ മറയാക്കി, അതായത് ഇരുട്ടിനെ മനുഷ്യൻ മറയാക്കിയപ്പോഴാണ് ഇരുട്ട് പൈശാചികതയുടെ പ്രതീകമായി മാറുന്നത്. മനുഷ്യൻ ഇരുട്ടിനെ മറയാക്കി, ആദം ഇരുട്ടിനെ മറയാക്കി പതുങ്ങിയിരിക്കുന്നു. ആദമേ നീ എവിടെയെന്ന് വിളിക്കുമ്പോൾ ആദം ഭയപ്പെടുന്നു. അത്രയും നാളും ദൈവശബ്ദം കേൾക്കുമ്പോൾ ഓടിയെടുത്തിരുന്നവൻ ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറയുന്നത് ആലങ്കാരിക ഭാഷയാണ്. ദൈവ സ്വഭാവത്തോട് അവന് അനുരൂപപ്പെട്ട് നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം. എന്നാൽ അന്ന് ആദമേ എന്ന് വിളിച്ചപ്പോൾ അവൻ ഭയപ്പെട്ട് ഒളിച്ചിരുന്നു. ആദം അവിടെ മരിച്ചു.
ഭക്ഷണം കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആ മനുഷ്യൻ ചെന്ന് അത്തിയില കൂട്ടിത്തുന്നുകയാണ്. എന്നിട്ടൊരു ഉടുപ്പുണ്ടാക്കി ധരിക്കുന്നു. ദൈവം ധരിപ്പിച്ച വസ്ത്രം അവൻ സ്വയം ഉരിഞ്ഞു കളഞ്ഞു. ഇതാണ് മരണമെന്ന് പറയുന്നത്. ഈ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുവാനായിട്ടാണ് ക്രിസ്തു വന്നത്. അവൻ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന് ആ നദിയിലുണ്ടായിരുന്ന സർപ്പത്തിൻ്റെ തലയിൽ കാൽ വെച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ വസ്ത്രം യോർദാൻ നദിയിൽ നിക്ഷേപിച്ചു. ഓരോ മാമോദീസായിലും മാമോദീസ വെള്ളത്തിനകത്ത് ഒരു തടിക്കുരിശ് എടുത്തിടും. തടിക്കുരിശ് അതിൽ എടുത്തിടണം എന്നാണ്. എന്തിനു വേണ്ടിയാണ്? പണ്ട് പ്രവാചകൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ കോടാലി വെള്ളത്തിൽ വീണപ്പോൾ മരം വെട്ടി എറിഞ്ഞ് ആ കോടാലി ആ ഇരുമ്പിനെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ പാപത്തിൽ ആണ്ടുകടന്നതായ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് പാപം പിടിമുറുക്കിയതായ മർത്യശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് പാപമൊഴികെ സകലത്തിലും മനുഷ്യന് തുല്യനായി തീർന്ന മനുഷ്യപുത്രൻ യോർദാൻ നദിയിൽ ആ മഹത്വവസ്ത്രം നിക്ഷേപിച്ചു. ആദം ഉരിഞ്ഞു കളഞ്ഞ മഹത്വവസ്ത്രം. അപ്പസ്തോലിക അധികാരമുള്ള പട്ടക്കാരൻ സഭയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ വെള്ളത്തിന്മേൽ മുദ്ര കുത്തുന്നുണ്ട്. ഇതിനെ നാശമില്ലാത്ത വസ്ത്രമാക്കി തീർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാശമില്ലാത്ത വസ്ത്രം വലതുകരം സ്നാനാർത്ഥിയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ഇടതുകരം കൊണ്ട് ഒരു കുരിശ് പൂരിപ്പിക്കുന്നു. ആ കുരിശിൻ്റെ മുദ്രയിൽ ആ മഹത്വവസ്ത്രം ധരിക്കുന്നു. ആ മഹത്വവസ്ത്രം ധരിച്ച് ഏകജാതനായ ക്രിസ്തുവിന് കിട്ടിയ രാജത്വത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും ഒക്കെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ കിരീടം ധരിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന പൂർണ്ണതയിൽ ഓരോ മനുഷ്യനും സ്വീകരിക്കുന്നതായ ജീവൻ്റെ കിരീടവും വാടാത്ത കിരീടത്തിൻ്റെയും മുന്നാസ്വാദനമായ കിരീടം ധരിച്ചുകൊണ്ട് ഏദനിൽ ആദാം രുചി നോക്കുവാൻ സാധിക്കാത്ത ജീവവൃക്ഷത്തിൻ്റെ ഫലം സ്വീകരിച്ചുകൊണ്ട് അവിടെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ സംബന്ധിക്കുന്നു. ഈ മഹത്വവസ്ത്രമാണ് മാമോദീസ തൊട്ടിയിൽ നിന്ന് സ്വീകരിച്ചത്. ഈ മഹത്വവസ്ത്രത്തിൽ അഴുക്ക് പറ്റും. ഈ മഹത്വവസ്ത്രത്തിൽ പറ്റുന്ന അഴുക്കുകളെ കഴുകിക്കളയുന്നത് അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ടാണ്. അതുകൊണ്ടാണ് സെറൂഗിലെ മോർ യാക്കോബ് അനുതാപത്തിൻ്റെ കണ്ണുനീരിനെ രണ്ടാം മാമോദീസ എന്ന് വിളിക്കുന്നത്. മാമോദീസ ആവർത്തിക്കപ്പെടത്തില്ല, ഒരിക്കലേ ഉള്ളൂ. രണ്ടാം മാമോദീസ എന്ന് പറയുന്നത് കണ്ണുനീരാണ്. അതിനെയാണ് അനുതാപം എന്ന് വിളിക്കുന്നത്, അതിനെയാണ് കുമ്പസാരം എന്ന് വിളിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വീഴ്ചകളുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാതെ അതിനെ പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. കണ്ണുനീര് കൊണ്ട് അവയെ കഴുകി വെടിപ്പാക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രകാശവസ്ത്രം പ്രകാശിതമാകുകയുള്ളൂ. ജീവൻ എന്ന് പറയുന്ന അതാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. അവൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാവുന്നു. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് പിതാവാം ദൈവത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ അബ്രഹാമും ഇസഹാക്കും യാക്കോബും മരിച്ചവരല്ലെന്നും ജീവനുള്ളവരാണെന്നും മനുഷ്യപുത്രൻ സാക്ഷിക്കുന്നത് കൊണ്ടാണ് ദൈവിക ജീവനിൽ സംബന്ധികളായവർ. മുടിയനായ പുത്രനെക്കുറിച്ച് അവൻ്റെ അപ്പം പറയുന്നത്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നുവെന്നാ, നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നുവെന്നാ. വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു, വീടിൻ്റെ അകത്തേക്ക് നോക്കുന്നു, അപ്പൻ വിളിക്കുന്നു എന്ന് നോക്കി അവനവിടെ നിൽക്കുക. ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നതാണ് മരിച്ചവനെന്ന്. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് സ്നേഹത്തെ നിസ്സാരമാക്കി കളയുന്നതാണ്. സ്നേഹത്തോട് പ്രതികരിക്കുവാൻ സാധിക്കാത്ത ജീവിതമാണ് മരിച്ച ജീവിതം. അത് അനുദിന ജീവിതത്തിലും പ്രസക്തമാണ്. ഭാര്യയിൽ നിന്ന് ഭർത്താവും, ഭർത്താവിൽ നിന്ന് ഭാര്യയും, ഇടയനിൽ നിന്ന് ജനവും, ജനത്തിൽ നിന്ന് ഇടയനും, മക്കളിൽ നിന്ന് മാതാപിതാക്കളും, മാതാപിതാക്കളിൽ നിന്ന് മക്കളും പ്രതീക്ഷിക്കുന്നതായ സംഗതികളെ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ മരിച്ചവരാണ്. ഈ മരണാവസ്ഥയാണ് പല ജീവിതങ്ങളെയും സംഘർഷഭരിതവും ഊഷരവുമാക്കുന്നത്. മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണുവാൻ സാധിക്കാതെ പോകുന്നത് ഈ കാഠിന്യം മൂലമാണ്, മരിച്ചു പോയതുകൊണ്ടാണ്.
ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്നത്, ഒരു മനുഷ്യൻ്റെ വീഴ്ചകളെ അനുകമ്പാപൂർവം പരിഗണിക്കുവാൻ സാധിക്കാതെ പോകുന്നത് മരിച്ചു പോയത് കൊണ്ടാണ്. ഓരോ വിശുദ്ധ ആരാധനയിലും ധൂപമർപ്പിക്കുമ്പോൾ ചൊല്ലുന്നത് ജീവനോടിരിക്കുന്ന നാഴികളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നൽകിയ ഉണർവിനെ നമ്മളും സ്വീകരിക്കണം. പുനരുദ്ധാനത്തിൻ്റെ ജീവിതമായിട്ട് ഉണർവുള്ള ജീവിതം മാറുകയാണ്. എന്താണ് പുനരുദ്ധാനത്തിൻ്റെ ജീവിതം? വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നില്ല, അവർ ദൈവദൂതന്മാരെ പോലെയാകുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. മോഹങ്ങളില്ലാതെ, പ്രത്യേക ശാഠ്യങ്ങളൊന്നുമില്ലാതെ, പ്രയോറിറ്റീസ് ഒന്നുമില്ലാതെ, മുൻഗണനകളൊന്നും നിർണ്ണയിക്കാതെ ദൈവകരങ്ങളിൽ ഒരു ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് ഉണർവുള്ള ജീവിതം. അവരാണ് പുനരുദ്ധാനത്തിൻ്റെ സൂചകങ്ങളായി മാറുന്നത്. ഒരു സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ട് ആ സമൂഹത്തിൽ നിലനിന്ന് ആ സമൂഹത്തെ പുനരുദ്ധാനത്തിൻ്റെ തേജസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഈ ഹിദായക്കാരൻ, താപസൻ. ആ ജീവിതത്തിന് പങ്കുകാരായി തീരുക എന്നുള്ള നിയോഗമാണ് ഉപവസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും നിയോഗം. വീണ്ടും അതിനെക്കുറിച്ച് മാർ അപ്രേമിൻ്റെ ഒരു വരി എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഓഫ് റിസറക്റ്റഡ് ലൈഫ് എന്നാ, പുനരുദ്ധാന ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി കാണിക്കുക എന്നാ. വീണ്ടും ഉണർവുള്ള ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ സ്തുതിയുടെ ജീവിതമാണ്, നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതമാണ്. ലിബർ ഗ്രാദൂം എന്ന് പറയുന്ന പുസ്തകത്തിലവർ, ലിബർ ഗ്രാദൂം എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന പുസ്തകമാണ് ഗോവണികളുടെ പുസ്തകം. അത് ലിബർ എന്ന് വെച്ചാൽ പുസ്തകം, ഗ്രാദൂം സ്റ്റെപ്സ്, ഗോവണികളുടെ പുസ്തകം എന്ന് അത് തർജ്ജിമയാണ്. അത് ലത്തീൻ പേരാണ് ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നുണ്ട്, മാലാഖമാരുടെ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതമാണ്. മോഹത്തിൽ നിന്നും വഴക്കിൽ നിന്നും നീ ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മനുഷ്യനെയും പൊതു ഇടത്തിൽ നിന്നും ആരാധനയുടെ പരികർമ്മിയായിട്ട് വിളിക്കുന്ന ഇടത്തിലേക്ക് വേർതിരിക്കുമ്പോൾ ചൊല്ലുന്നത്, പ്രിയമകനെ നീ മോഹത്തിൽ നിന്നും വഴക്കിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം. അതായത് വീഴ്ചയ്ക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ. നിൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുക എന്നത് നീതിയുടെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നതിൽ നീ മാലാഖമാരുടെ പ്രവൃത്തിയെ അനുകരിക്കുന്നുവെന്ന് കപ്പദോക്യൻ പിതാക്കന്മാരുടെ ശിഷ്യനായ മാർ ഇവാഗ്രിയോസ് സന്യാസത്തെക്കുറിച്ച് നിർവചിക്കുമ്പം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കായിട്ടും ശുദ്ധീകരണത്തിനായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ മാലാഖമാരുടെ പ്രവൃത്തിയെ അനുകരിക്കുന്നു. ഈ രൂപാന്തരത്തിനായിട്ടാണ് ഉപവാസം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രൂപാന്തരത്തിലേക്ക് എത്തുമ്പോഴാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും ഒരു മനുഷ്യൻ കണ്ടെത്തുന്നത്. ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ഉടയവനെ കണ്ടെത്തി കഴിയുമ്പോൾ, അതോടൊപ്പം നിങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം, ഈ രൂപാന്തരത്തിലേക്ക് മനുഷ്യൻ നടക്കണം. ക്രിസ്തുവിൻ്റെ അനുകാരിയായും മാലാഖമാരുടെ സഖിയായും ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത് ഈ ഉപവാസത്തിൻ്റെ അവസ്ഥയിലാണ്. ഉണർവുള്ള ജീവിതം മനുഷ്യൻ സമ്പാദിക്കുന്നത് ഈ അവസ്ഥയിലാണ്. യഥാർത്ഥ ഈ ഹിദായക്കാരനായ കർത്താവ് വിഭജിതമാകാത്ത മനസ്സോടും ഹൃദയത്തോടും കൂടി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചതുപോലെ ഓരോ ഉപവാസക്കാരനും ഉപവാസക്കാരിയും വിഭജിതമാകാത്ത മനസ്സോടുകൂടി ക്രിസ്തുവിനാൽ കേന്ദ്രവും ക്രിസ്തുവിനാൽ പൂരിതവുമായ മനസ്സോടുകൂടി ദൈവ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമ്പോഴാണ്, അതിനായിട്ട് തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് മാലാഖമാരുടെ ജീവിതത്തിന് അനുരൂപരായിത്തീരുന്നത്. വീണ്ടും ഓറിഗൻ എന്ന് പറയുന്ന സഭാപിതാവ് നിർവചിക്കുന്നു, ആരാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്? അതിനുത്തരമായിട്ട് അദ്ദേഹം പറയുന്നു, ചുമതലയിൽപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയോടുകൂടെ സംയോജിപ്പിക്കുന്നവനാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും നടപ്പുമൊക്കെ പ്രാർത്ഥനയുടെ അന്തസ്സിലേക്ക് ഉയരണം. അതായത് നിൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ കൊലപാതകിയോ വ്യഭിചാരിയോ ആയാലും അവൻ നിന്നേക്കാളും ശ്രേഷ്ഠനാണ് എന്ന് നീ എന്ന് കരുതുന്നുവോ അന്ന് മാത്രമേ
നീ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി തീരുന്നുള്ളൂ. സ്രൂഗിലെ മോർ യാക്കോബ് പറയുന്നു, ആകയാൽ പ്രിയമകനെ, നീ നിൻ്റെ സഹോദരനുമായി അനുരഞ്ജനപ്പെടുക. എന്നാൽ അനുരഞ്ജനത്തിലൂടെ നീ ദൈവസ്വരൂപത്തെയാണ് ആദരിക്കുന്നത്. ആദമെന്ന് പറയുന്ന മനുഷ്യൻ മഹത്വത്തിൻ്റെ കിരീടം വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിൽക്കുമ്പോൾ മാലാഖമാരും സകല സൃഷ്ടിജാലങ്ങളും ആദമിനെ വീണ് നമസ്കരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച പ്രമ്യോനിൽ അത് വർണ്ണിച്ചിട്ടുണ്ട്. അത് പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ചില വരികളാണ്. അവിടെ ആദമിനെ അല്ല അവർ വന്ദിച്ചത്. സൃഷ്ടാവിൻ്റെ തേജസ് ആദമെന്ന് പറയുന്ന സൃഷ്ടിയുടെ മുഖത്ത് തിളങ്ങി. ദൈവസ്വരൂപത്തെയാണ് സകല സൃഷ്ടികളും വന്ദിച്ചത്. ഞാനും നിങ്ങളും ദൈവസ്വരൂപവും സാദൃശ്യവുമാണ്. ഒരു രാജ്യത്തിൻ്റെ എംബ്ലമുള്ള, രാജ്യത്തിൻ്റെ ചിഹ്നമുള്ള നാണയം അല്ലെങ്കിൽ അതിനൊരു നോട്ട് നമ്മളതിനെ അനാദരിക്കത്തില്ല. അതിലും ഭയങ്കരമായിരുന്നു പൗരാണിക കാലഘട്ടത്തിൽ ഒരു രാജാവിൻ്റെ പ്രതിമയെ അനാദരിക്കുക എന്ന് വെച്ചാൽ തല പോകുന്ന കേസാണ്. യാക്കോബ് മൽപ്പം പറയുന്നു, നീ നിൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് ചെന്ന് നീ അവനോട് അനുരഞ്ജനപ്പെടുമ്പോൾ നീ ദൈവസ്വരൂപത്തെയാണ് ആദരിക്കുന്നത്. എല്ലാ മനുഷ്യനും അന്തസ്സുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിജാത്യവും അന്തസ്സും ഒക്കെയുണ്ട്. മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കുവാൻ സാധിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ ആദ്യ പടിയാണ്. അവിടെ നിന്നാണ് ക്രൈസ്തവനിലേക്ക് ഉയരുന്നത്. അവിടെ നിന്നാണ് അച്ഛനും മെത്രാച്ചനും ഒക്കെ ആകുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നാം എന്നാണ് പഠിക്കുന്നത്? ദാനിയേലിനെക്കുറിച്ച് പറുദീസാ ഗീതങ്ങളിൽ മോർ അപ്രയം പറയുന്നു, ദാനിയേലും സഖാക്കളും മാലാഖമാർക്ക് സദൃശ്യരായി തീർന്നു. ഉപവാസം മൂലം അവരെവിടെ ഇട്ടത്? തീച്ചൂളയുടെ ഉള്ളിൽ. തീച്ചൂളയുടെ അകത്തേക്ക് എറിയപ്പെടുമ്പോഴും ദൈവപുത്രൻ അവരോടുകൂടെ വന്ന് അവരുടെ ഇടയിൽ ആയിരിക്കുന്നു. നാമും എറിയപ്പെടുന്ന തീച്ചൂളകളുണ്ടാകാം. ആരും നിങ്ങളെ മറ്റുള്ളവരെ ഒന്നും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ നിങ്ങളായിരിക്കുക. വെറുതെ മനുഷ്യരെ മനസ്സിലാക്കുവാനായിട്ട് നിന്ന് സമയം മെനക്കെടുത്തരുത്. അത് കഴുതയെ പാട്ട് പഠിപ്പിക്കുന്നത് പോലെയാണ്. മനുഷ്യരെപ്പോഴും അവരെന്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതേ കേൾക്കുകയുള്ളൂ. മനുഷ്യരെന്ത് കാണുവാൻ ആഗ്രഹിക്കുന്നുവോ അതേ കാണുകയുള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം, പക്ഷെ ദൈവസന്നിധിയിൽ നിങ്ങൾ അവനെ അറിയുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും അറിയും. അവൻ തൻ്റെ വലതു കരത്താൽ നിങ്ങളെ നയിച്ചുകൊള്ളും. തൻ്റെ ആലോചനയാൽ നടത്തപ്പെട്ട മനുഷ്യരെക്കുറിച്ചാണ് മാർ അഫ്രൈം പറയുന്നത്. ദാനിയേലും സഖികളും, ബേത്ത് ഹാനനിയ എന്ന് പറയത്തില്ലേ, ബേസ് ഹാനനിയ, ഹാനനിയയുടെ സഖികൾ, ദാനിയേലിൻ്റെ സഖികൾ തീച്ചൂളയ്ക്കുള്ളിലാണ് കിടക്കുന്നത്. അവിടേക്ക് ദൈവപുത്രൻ ഇറങ്ങി വരുന്നു. നമ്മളൊക്കെ ഇതുപോലെ തീച്ചൂളയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചു വരാം. വീണ്ടും ഏലിയാവിനെക്കുറിച്ച് പറയുന്നതും മാലാഖമാരുടെ സഖി എന്ന. അങ്ങനെയാണ് ഈ 4-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേനും ആംഗലോമോർഫിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. പ്രബലമായ വിത്ത അഞ്ജലിക്ക എന്ന് പറയുന്ന ഒരു, വിത്ത എന്ന് പറയുന്നത് ജീവിതമെന്ന, അഞ്ജലിക്ക മാലാഖമാർക്ക് അനുബന്ധമായ ജീവിതം, വിഭജിതമാകാത്ത മനസ്സോടുകൂടെ ജീവിക്കുന്നു. ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവും മാലാഖമാർക്ക് സഖിയായി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് മാറപ്പറയും ഉപവാസ ഗീതങ്ങളിൽ പറയുന്നൊരു പദമുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ, പ്രവാചകന്മാരൊക്കെ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി, ഡെയിലി ബ്രെഡിന് വേണ്ടി സത്യത്തെ വിറ്റ് കളഞ്ഞു. ഈ ഡെയിലി ബ്രെഡ്, അന്നന്നത്തെ അപ്പം എന്ന് പറയുന്നത് ഒരു 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 സൂചകമാണ്. നമുക്ക് കിട്ടുവാനുള്ള അന്നേരത്തെ കാര്യസാധ്യത്തിന് വേണ്ടി സത്യത്തെ വിൽക്കുക എന്ന. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായതിനെ അവന് അവൻ്റെ അന്നന്നത്തെ കാര്യം നടക്കുവാൻ വേണ്ടി അതിനെ വിറ്റുകളയുക. അതായത് പണ്ട് കാലത്ത് പറയും വിത്ത് എടുത്ത് കുത്തി കഞ്ഞി വെക്കുക എന്ന് പറയും. വിത്ത് എടുത്ത് കുത്തി കഞ്ഞി വെക്കുക എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഏലിയാവിൻ്റെ കാലത്തെ പ്രവാചകന്മാർ മാളങ്ങളിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. യഹോവ ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പോകുന്ന കാലം. ആഹാബിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തൂടെ നടക്കുവാൻ ഒരു മനുഷ്യനും ത്രാണിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിഷ്ബ്യനായൊരു മനുഷ്യൻ, വെറും സാധാരണക്കാരനായ മനുഷ്യൻ,
തൻ്റെ വാക്കുകളിലൂടെ അസാധാരണക്കാരനായി തോന്നി. തീ പൊങ്ങുന്ന വാക്കുകൾ, തീ പാറുന്ന വാക്കുകൾ. ആഹാബിൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും ഭീതിപ്രദമായ ഇടത്ത് ചെന്ന് തലപോകുന്ന ഇടത്ത് നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ സേവിച്ചു വരുന്ന ദൈവമായ യഹോവയാണ്, ഞാനിനിയും പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല. എന്നിട്ട് വന്നതുപോലെ ഇറങ്ങിപ്പോയി ആ മനുഷ്യൻ. അതാണ് മാലാഖയ്ക്ക് സമനായിട്ട്. അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി സത്യത്തെ വിറ്റുകളയുന്നവൻ ഈ മാലാഖമാരുടെ ജോലിക്ക് പറ്റുന്നയാളല്ല. ഡിവൈൻ പ്രൈസ്. എന്താണ് പ്രാർത്ഥന, ആരാധന എന്ന് പറയുന്നത്? മോചനമതിനായി പാപികളെ വരുവീനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധന ആരംഭിക്കുന്നത്. വിശ്വാസ സമൂഹത്തെ മുഴുവൻ ക്ഷണക്കത്ത് അയച്ച് വിളിക്കുക, മോചനമതിനായി പാപികളെ വരുവീൻ. ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നാലും, എന്തൊക്കെ എവിടെയൊക്കെ വീണുപോയാലും, ജീവിതത്തിൽ എത്രമാത്രം അലക്ഷ്യമായി പോയാലും കൂട്ടിച്ചേർക്കുവാൻ പാടില്ലാത്ത വിധം ഒന്നും പൊട്ടിപ്പോയിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാത്. തിരിച്ചു വിളിക്കാൻ പാടില്ലാത്ത വിധം നിങ്ങൾക്കുള്ളവരാരും അകന്നു പോയിട്ടില്ല, ഞാനും അകന്നു പോയിട്ടില്ല എന്ന് ദൈവം വിശ്വാസ സമൂഹത്തെ ഓർപ്പിക്കുക. മോചനമതിനായി വരുവീൻ. എന്നിട്ട് അതിനു മുമ്പ് പറയുന്നു, ഫിനഹാസിൻ്റെ പ്രാർത്ഥന പോലെ ഈ പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. എന്താ ഈ ഫിനഹാസിൻ്റെ പ്രാർത്ഥന? സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഫിനഹാസിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവജനം പാപം ചെയ്തപ്പോൾ അവിടേക്കൊരു കുന്തവുമായി ചെന്ന് ആ കുന്തത്തിൽ പാപം ചെയ്തവനെ കുത്തിക്കളഞ്ഞ് ദൈവകോപം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ് സംഖ്യാപുസ്തകം 25-1 പറയുന്നത്. പിന്നീട് സങ്കീർത്തനങ്ങളിൽ വരുമ്പോൾ 106-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുകയാണ്, അങ്ങനെ ഫിനഹാസ് പ്രാർത്ഥിച്ചു, ബാധ ഒഴിവായി. മലയാളം വേദപുസ്തകത്തിൽ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടപ്പാക്കിയെന്ന, സുറിയാനി വേദപുസ്തകത്തിൽ ഫിനഹാസ് സാലി എന്ന, ഫിനഹാസ് പ്രാർത്ഥിച്ചു. ദൈവനാമത്തിൽ തിന്മയ്ക്കെതിരായിട്ട് നടത്തുന്ന ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങളെപ്പോലും പ്രാർത്ഥനയായിട്ട് സങ്കീർത്തനക്കാരൻ കണക്കാക്കി. 4-ാം നൂറ്റാണ്ടിലെ അഫ്രഹാത്ത് എന്ന് പറയുന്ന സുറിയാനി സഭാപിതാവ് ഈ സങ്കീർത്തന വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കുന്നു. ദൈവനാമത്തിൽ തിന്മയോടുള്ള അകൽച്ചയെ പ്രാർത്ഥനയായി കണക്കാക്കുന്നു. ദൈവമുഖത്തേക്ക് നോക്കി സൃഷ്ടി അർപ്പിക്കുന്ന സ്തോത്ര പ്രകടനമാണ് ആരാധന. അത് യാചനകൾ മാത്രമല്ല, അത് പിതാവാം ദൈവമേ എന്ന് വിളിക്കുവാനുള്ള സ്നേഹത്തിൻ്റെ ആഹ്ലാദ പ്രകടനമാണ്. നാസേക് ലോക് തൗദീസോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്. നാസേക്ക് എന്ന് വെച്ചാൽ കരേറ്റുക എന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്നത്, കരേറ്റുകയാണ്. എന്ത്? തൗദീസോ. യദ് എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ് തൗദീസോ എന്ന് പറയുന്ന പദമുണ്ടാകുന്നത്. യദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുക എന്ന, അതിൽ നിന്നാണ് ആരാധന എന്ന അർത്ഥമുള്ള തൗദീസോ ഉണ്ടാകുന്നത്. അതായത് ആത്യന്തികമായി എൻ്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞവനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, സ്നേഹിക്കുന്നവനെ മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. സുദീർഘമായ യാമനമസ്കാരങ്ങളൊക്കെ സഭ നടത്തുന്നതും ക്രമീകരിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിൻ്റെ ദൈവം ആരാണെന്ന് നിന്നെ ചൊല്ലിപ്പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലൂടെയും പിതാക്കന്മാരിലൂടെയും ഒക്കെ സംസാരിച്ചവനായി പുതിയ നിയമത്തിൽ കന്യകമറിയാമിൽ നിന്ന് വെളിപ്പെട്ടവനായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവമാരാണെന്നറിയാതെ അവനെ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കുന്നവനെ അല്ലാതെ ആരെ ആരാധിക്കും? അതുകൊണ്ട് സ്നേഹത്തിൻ്റെ നിയമത്തോടുള്ള വിധേയത്വമാണ് ആരാധനയുടെ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ധൈര്യം, അതിനെയാണ് ഈ മുഖതേജസ് മുഖശോഭ എന്നൊക്കെ ആരാധനയിൽ വർണ്ണിക്കുന്നത്. അല്ല തുടുത്ത മുഖമെന്നല്ല. അതിന് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഗലിയൂസാഫെ എന്ന് പറയുന്ന പദമാണ്. എബ്രായ ലേഖനത്തിൽ 2 പ്രാവശ്യവും ഫിലിപ്പിയ ലേഖനത്തിൽ 1 പ്രാവശ്യവും യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു പദമാണത്. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ധൈര്യമെന്നാണ്. രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യമുണ്ടാകേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. കർത്താവേ,
എൻ്റെ ഏകജാതം പഠിപ്പിച്ച പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ ധൈര്യത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വിചാരങ്ങളെയും മനസ്സുകളെയും ഒക്കെ ശുദ്ധീകരിക്കണമേ. ഈ ശുദ്ധീകരണവും വിശുദ്ധിയും എന്നൊക്കെ പറയുന്നത് മനുഷ്യനാൽ മാത്രം ആർജിക്കാൻ എടുക്കുന്ന സംഗതിയല്ല, എടുത്താൽ അങ്ങനെ പൊങ്ങുന്ന സംഗതി അല്ലത്. അത് ദൈവത്തിൻ്റെ കരുണയിൽ ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുന്നതാണ്. ആ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധിയിൽ നിൽക്കുമ്പോഴാണ്, ആ ശുദ്ധിയിൽ നിൽക്കുമ്പോഴാണ് ധൈര്യത്തോടുകൂടി, അതായത് ഭയവും കാപട്യവും ലജ്ജയും നിരാശയുമില്ലാതെ നമ്മുടെ കാപട്യങ്ങളെയും ലജ്ജകളെയും നിരാശകളെയും ഒക്കെ പുറകോട്ടെറിഞ്ഞു കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നഗ്നവും അനാവൃതവുമായി സകലതും അവൻ്റെ മുമ്പിൽ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അമാരായിരിക്കുന്നു എന്നുള്ള ശിശുസഹജമായ നിർമ്മലതയോടുകൂടെ നിന്നുകൊണ്ട് എൻ്റെ അപ്പ എന്ന് വിളിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. വിശ്വസ്തതയും നീതിയും അനുസരണവും സ്നേഹവും ഇവയിൽ ബന്ധിതമാണ് ആരാധന. വെടിപ്പോടെ മുമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടുകൂടെ കല്ലറിപ്പെടുന്നു എന്ന് പറയുമ്പോൾ വിശ്വസ്തതയും നീതിയും അനുസരണവും ദൈവസ്നേഹവും പരസ്പര ബന്ധിതമായിരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് മുഖത്തെ തേജസ്, ധൈര്യം. ആ ധൈര്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രതികരണം നടത്തുന്നതാണ് ആരാധന. അതിനെ സാധൂകരിക്കുന്ന വരികളാണ്: നാം ലജ്ജിച്ചു പോവുകയില്ല, എന്നാൽ അവൻ്റെ കൽപ്പനകളെ നാം പൂർത്തീകരിച്ചുവല്ലോ എന്ന് ഗോവണികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് അവൻ്റെ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിന് മുദ്ര വെക്കുന്നത് തൻ്റെ രക്തത്താലാണ്. മുദ്ര വെച്ച് ഉടമ്പടി എഴുതിയവൻ മരിച്ചു പോയാൽ പിന്നെ ഉടമ്പടി മാറ്റാൻ സാധ്യമല്ല. ക്രിസ്തു പുതിയ ഉടമ്പടിയെ കൊടുക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ ഉപാധികളില്ലാതെ സ്നേഹിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ വെച്ച് തന്നു, നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മന്ദാത്തും എന്ന് വെച്ചാൽ കമാൻമെൻ്റ് എന്നാ, മോൻഡിത്യസ്നെ എന്ന് പറയുന്ന അതിനകത്തുനിന്ന് വരുന്നതാണ്. പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. പഴയതിനെ തന്നിൽ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി കൊടുക്കുമ്പോൾ അതാണ് കൽപ്പന എന്ന് പറയുന്നത്. വീണ്ടും മാർ അപ്രയം പറയുന്നുണ്ട്, നിൻ്റെ സ്നേഹം എന്നെ ധൈര്യപ്പെടുത്തിയെന്ന്. ദൈവസ്നേഹത്തിലാണ് ഈ പ്രസന്നതയും ധൈര്യവും കിട്ടുന്നത്. വീണ്ടും ദൈവകൃപയാൽ നമ്മുടെ മുഖം അനാവരണം ചെയ്തിരിക്കുന്നു, എന്നാൽ നാം അവൻ്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചുവല്ലോ. വീണ്ടും അവസാനയാമത്തിൽ കൂലി വാങ്ങിക്കാൻ ചെന്നവരെക്കുറിച്ചുള്ള ഒരു ഉപമയുണ്ടല്ലോ. അതിനെക്കുറിച്ച് വിശ്വാസഗീതങ്ങളിൽ മാർ അപ്രയം പറയുന്നൊരു വാക്കുണ്ട്: ആദ്യ മണിക്കൂറിൽ വേലയ്ക്ക് ചെന്നവർ ഈ ധൈര്യത്തോടു കൂടിയാണ് കൂലി വാങ്ങിക്കുന്നത്. അവസാന മണിക്കൂറിൽ വേലയ്ക്ക് ചെന്നവർ അവിടെ കൈകെട്ടി നിൽക്കുകയുള്ളൂ, എല്ലാം കൊടുത്താൽ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ആദ്യ മണിക്കൂർ തൊട്ട് വേല ചെയ്തവന് എൻ്റെ കൂലി ചോദിച്ചു വാങ്ങാം. മുന്തിരിത്തോപ്പ് സഭയാണ്. ഈ സഭയിൽ വേല ചെയ്യുക. അവിടെ ദൈവത്തിൻ്റെ കരുണയാണ് അവസാന യാമത്തിൽ വന്നവനെയും സ്വീകരിക്കുന്നത്. ദൈവ കരുണ പൊതിഞ്ഞു പിടിക്കുക. പട്ടാഭിഷേക ശുശ്രൂഷകൾ കണ്ടിട്ടില്ലേ? ബലഹീനരായ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മേൽപ്പട്ടക്കാരൻ്റെ കാപ്പയ്ക്കകത്ത് നിർത്തിയിട്ട് ക്രോയിത്വ ദ്രൂഹോ ചൊല്ലും. ഇവിടെ വീണ്ടും മുട്ടുകുത്തി നിൽക്കുന്ന മനുഷ്യനെ വലത് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കും. സുറിയാനി പാരമ്പര്യത്തിൽ കുമ്പസാരിക്കുവാൻ നിൽക്കുന്ന മനുഷ്യരുടെ ശിരസിലേക്ക് കാപ്പ ധരിച്ചിരിക്കുന്ന കാപ്പ പൊതിഞ്ഞു നിർത്തുന്നൊരു പാരമ്പര്യമുണ്ട് സുറിയാനി പാരമ്പര്യത്തിലുള്ള. ഇപ്പോൾ അത് ബൈസൻ്റെയും ചില പാരമ്പര്യങ്ങളിൽ ഇപ്പോഴും അനുതാപിയുടെ ശിരസിൻ്റെ മേൽ അംശവസ്ത്രം വിരിക്കുന്ന പാരമ്പര്യമുണ്ട്. എന്താണെന്ന് എൻ്റെ അർത്ഥം എന്നറിയോ? ബലഹീന മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണ. അവർ അപ്രയം പാടത്തില്ലേ? കൃപയുണ്ടാകുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണം. ഞാൻ മടിയനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തത പാലിച്ചില്ല, നിൻ്റെ കരുണ എന്നെ പൊതിഞ്ഞു നിർക്കണമേ. നിൻ്റെ കൃപ എൻ്റെ കടങ്ങളുടെ മേൽ വെക്കുമ്പോൾ അതൊരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ എൻ്റെ കൃപയാകുന്ന യെസ്പൂഗോ സ്പോഞ്ച് എൻ്റെ കടങ്ങളുടെ മേൽ വെക്കണമേ. അത് എൻ്റെ കടങ്ങളെ വലിച്ചെടുത്ത് ഇല്ലാതെയാക്കട്ടെ. ആത്മീയതയുടെ ഉച്ചസ്ഥായിയാണ് ഇതൊക്കെ. ആത്മീയതയുടെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തൃപ്തിപ്പെടാൻ സാധിക്കും. ഞാനോ മഹാദുർബലനായ മനുഷ്യനെന്നും ഞാനോ മഹാരിഷ്ടനായ മനുഷ്യനെന്നും ഒരു ബോധം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകും. ദൈവസ്നേഹവും ദൈവകരുണയും കത്തിച്ചു വെച്ച തിരി പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശിക്കും. സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് സമ്പന്നർ. നിങ്ങളാണ് മാലാഖമാർക്ക് അനുരൂപരായ മനുഷ്യർ. പാപത്തിന് അധീനമായ
ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കുമെന്ന പൗലോസിൻ്റെ വിലാപത്തോട് ചേർന്ന് വിലപിക്കുവാൻ സാധിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പരിപൂർണ അനുസരണത്തിൽ കോൺഫിഡൻ്റായിട്ട് ധൈര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പറ്റും. അങ്ങനെ ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ സാധിക്കും. ആ സ്നേഹത്തിൻ്റെ ഒഴുകി പരക്കലാണ് മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത്. അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്നും എന്താണ് അവൻ്റെ കണ്ണുനീരിന് കാരണമെന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭാര്യയുടെ വീഴ്ചയെ ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കരുതുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, കാത്തു നിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, മുറിഞ്ഞു പോകാതെ സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭാരങ്ങൾ കൊടുക്കാതെ ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, പിന്നെ ഇതൊക്കെ കൊണ്ട് എന്നാ കാര്യം? ഭാരമില്ലാതെ ക്രിസ്തുവിൽ ആയിരിക്കണം. ക്രിസ്തുവിലായിരിക്കുന്നവരാണ് ഒരു തൂവൽ പോലെ, അപ്പൂപ്പന്താടി പോലെ ഭാരമില്ലാതെ ജീവി. അവൻ എന്നെ ഇന്നലെ വരെ കരുതി, ഇന്നും കരുതുന്നു, ഞാൻ അവൻ്റെ കരങ്ങളിൽ. അത് മരണമോ, പൗലോസ് പറയുന്നത് കേട്ടിട്ടില്ലേ, രോഗമോ പട്ടിണിയോ, ജീവിതത്തിലെ സകലമാന സംഗതികളും സകലമാന തിന്മപ്പെട്ടത് എന്ന് മനുഷ്യൻ കരുതുന്ന സകലതിനെയും എണ്ണി എണ്ണി പറഞ്ഞ് ആ മനുഷ്യൻ കാരാഗൃഹത്തിലിരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ്. രോഗമോ പട്ടിണിയോ ഇതൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നില്ല. ക്രിസ്തുവിൽ നിന്നും ക്രിസ്ത്യാനി ഏറെ അകലെയാണ്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടുകൂടെ കലരപ്പെട്ടിരിക്കുന്നു. ജാഗ്രതയുള്ളവരായി, ദൈവ ആരാധനയിൽ പങ്കുകാരായി, മനുഷ്യ സ്നേഹമുള്ളവരായി തീരുക. ഇത് എല്ലാത്തിൻ്റെയും താക്കോൽ പദം സ്നേഹമാണ്. സ്നേഹമില്ലാതെ ഉപവസിക്കുന്നവൻ വെറുതെ പട്ടിണി കിടക്കുന്നു. സ്നേഹമില്ലാതെ താപസ ജീവിതം നയിക്കുന്നവൻ വ്യഭിചാരിയേക്കാളും ഭേദപ്പെട്ടവനല്ല. ആ സ്നേഹത്തിൽ നിറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരോടും, പ്രത്യേകിച്ച് വികാരി അച്ഛനോടും സഹവികാരി അച്ഛനോടും വന്യരായ പിതാക്കന്മാരോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബലഹീനനായ എന്നെയും എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓർക്കുക.